ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ മരുമകൻ പ്രയോഗമാണ് ഇന്നത്തെ ചിന്താവിഷയം. അത് പറഞ്ഞത് നന്നായി. ഈ മരുമകൻ എങ്ങനെയാവണം എന്നതിൻ്റെ ഒരു കാര്യം. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിലെ മരുമകൻ എന്തിനാണ് ദേശീയപാതയിൽ പോയിരുന്ന് സെൽഫി എടുക്കുന്നത്? ദേശീയപാതയിൽ യാത്ര ചെയ്ത് സെൽഫി എടുക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിലെ മരുമകൻ ഉദ്ദേശിക്കുന്നത് വ്യക്തമാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവ്, വീണയുടെ ഭർത്താവ് മുഹമ്മദ് റിയാസിനെ കുറിച്ചാണ് പറയുന്നത്. തിരിച്ചൊരു ചോദ്യം ഇവിടെ വരും. എന്താ ചോദ്യം? സ്വന്തം അമ്മായിയപ്പനെ കുത്തുവാളയടിപ്പിച്ച ഒരു മരുമകൻ ഉണ്ടായിരുന്നു ഈ രാജ്യത്ത്. BPL നമ്പ്യാരുടെ മരുമകൻ. അതാരാണ്? സ്വന്തം അമ്മായിയപ്പൻ്റെ ബിസിനസ് പൂട്ടിച്ചിട്ട് അതെല്ലാം അടിച്ചു മാറ്റിയിട്ട് സ്വന്തം കാര്യം നോക്കിയ സ്വാർത്ഥമുഖിയായ ഒരു മരുമകൻ ഉണ്ടായിരുന്നു. ആ മരുമകന്റെ പേര് അറിയാമല്ലോ നമ്മുടെ പ്രേക്ഷകർക്ക്. ആ പേര് എപ്പോഴും ഓർക്കുക. അദ്ദേഹമാണ് കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിലെ ഒരു മരുമകനെ കുറിച്ച് സംസാരിക്കുന്നത്. ഈ ദേശീയപാത നവീകരണത്തിന്, വീതികൂട്ടലിന് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സംസ്ഥാനം അതിനകത്ത് ഫണ്ട് മുടക്കിയത് കേരളത്തിലാണ്. രാജ്യത്തൊന്നുമില്ലാത്തൊരു നിയമം കേരളത്തിൽ കൊണ്ടുവന്നത് ആരായിരുന്നു? കേന്ദ്ര സർക്കാർ, മോദി സർക്കാർ. സ്ഥലം ഏറ്റെടുക്കാനും ദേശീയപാത വികസനത്തിനും 45 മീറ്റർ ആക്കാനും സംസ്ഥാന വിഹിതം വേണം എന്ന് രാജ്യത്തില്ലാത്ത നിയമം ഇവിടെ നടപ്പാക്കി. പക്ഷേ ദേശീയപാത വികസനം യാഥാർത്ഥ്യമാക്കണം എന്നുള്ളതുകൊണ്ട് പിണറായി സർക്കാർ 5800 കോടി രൂപ അതിനുവേണ്ടി ചെലവഴിച്ചതാണ്. 5800 കോടി രൂപ മനസ്സിലാക്കണം. അപ്പോൾ കേരളത്തിൻ്റെ പൊതുമരാമത്ത് മന്ത്രി കൂടിയാണ് മുഹമ്മദ് റിയാസ്, ടൂറിസം PWD മിനിസ്റ്റർ. അപ്പോൾ 5800 കോടി രൂപ ദേശീയപാത വികസനത്തിന് ചരിത്രത്തിലാദ്യമായിട്ട് ഒരു സംസ്ഥാനം ഇന്ത്യ ചരിത്രത്തിൽ കൊടുത്ത കേരളത്തിൻ്റെ മന്ത്രിക്ക് ഏത് ദേശീയപാതയിലും വികസിപ്പിക്കുന്ന ഏത് ദേശീയപാതയിലും പോയി സെൽഫി എടുക്കാനൊക്കെയുള്ള അവകാശവും അഭിമാനവും ഒക്കെ ഉണ്ട് എന്ന് BPL നമ്പ്യാരെ പറ്റിച്ച, അമ്മായിയപ്പനെ പറ്റിച്ച മരുമകൻ മനസ്സിലാക്കിയാൽ നല്ലത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, BJPയെ അധികാരത്തിൽ എത്തിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകൂ എന്ന് പറഞ്ഞാൽ വിരുന്ന് വന്നവനാണ് ബംഗളൂരുവിൽ നിന്ന്. എന്നിട്ട് തിരിച്ചു പോകുമെന്നാണ് പറയുന്നത്. ഈ മണ്ണിൽ അദ്ദേഹം പറയുന്നത് തൃശ്ശൂരാണ് എൻ്റെ തറവാട്, ജനിച്ചു, എനിക്ക് കൊഞ്ചം മലയാളം അറിയാം എന്നൊക്കെ പറയുന്ന ആളോട് ആ ഭാഷാപ്രയോഗത്തിൽ ഞങ്ങൾ തെറ്റൊന്നും കാണുന്നില്ല. എന്ന് വെച്ചാൽ ഭാഷ അറിയാത്തത് ഒരു ഭരണാധികാരിക്ക് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയനാഥന് വലിയൊരു കുറ്റമൊന്നുമല്ല. ചില ഭാഷകൾ നമ്മൾ സ്കൂളിൽ പഠിച്ചതൊക്കെ പിന്നീട് മാതൃഭാഷ മറന്നു പോവാം. ഞങ്ങളിവിടെ ആരെയും വേർതിരിച്ച് കാണുന്നില്ല. ഇപ്പം രാജീവ് ചന്ദ്രശേഖർക്ക്, BJPയുടെ സംസ്ഥാന പ്രസിഡന്റിന് മലയാളം കുരച്ച് മുണ്ടൊരുക്കാനും അഴിക്കാനും എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ പറയുന്നതിൽ തെറ്റൊന്നും ഞങ്ങൾ കാണുന്നില്ല. അത് ഭാഷാ പരിമിതികളാണ്. സ്കൂളിൽ പഠിച്ച കാലത്തെ ഭാഷ നമ്മൾ മറന്നുപോവാം. വർഷങ്ങളോളം നമ്മുടെ നാട്ടിൽ നിന്ന് മാതൃഭാഷ, മാതൃമണ്ണിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നമ്മളതൊക്കെ മറന്നു പോവാം. അതിന് നമ്മൾ കുറ്റം പറയുന്നില്ല. വേറെ ഇവിടെ ഉദാഹരണങ്ങളുണ്ട്. ഞങ്ങൾ തന്നെ പറയാമല്ലോ. പ്രകാശ് കാരാട്ട്, മലയാളി, കണ്ണൂറുകാരൻ. പക്ഷെ അദ്ദേഹം ഇവിടുത്തെ പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ് പിന്നെ അദ്ദേഹത്തിൻ്റെ പഠനങ്ങളെല്ലാം കേരളത്തിന് പുറത്തായിരുന്നു. ഡൽഹിയിലെ JNUവിലായിരുന്നു. അദ്ദേഹം പിന്നെ എപ്പോഴും സംസാരിക്കുന്നത് നമ്മുടെ പൊതുയോഗങ്ങളിൽ, പാർട്ടി യോഗങ്ങളിലൊക്കെ അദ്ദേഹം ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. മലയാളം മറന്നുപോയത് കൊണ്ടാണോ? അല്ല. മലയാളം ആദ്യം മലയാളത്തിൽ ജീവിച്ചു, അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോയി. അപ്പോൾ ഇംഗ്ലീഷ് കൂടുതൽ ഉപയോഗിച്ച് ഇംഗ്ലീഷ് ഒരു വശമായ ഒരു ആളെന്ന നിലയ്ക്ക് പ്രകാശ് കാരാട്ട്, CPIഎമ്മിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി വരെയായ പ്രകാശ് കാരാട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു. കേരളത്തിൽ വന്നാലും ഞങ്ങൾ ഇതിനെയൊന്നും തെറ്റായിട്ട് കാണത്തില്ല. ഒരു മൂന്നാമത്തെ ഉദാഹരണം പറയാം. ഒഡീഷ മുഖ്യമന്ത്രിയായിരുന്ന 26 കൊല്ലം ഒഡീഷയുടെ മുഖ്യമന്ത്രിയായിരുന്ന നവീൻ പട്നായിക്.
ബിജു പട്നായിക്കിന്റെ മകൻ. ബിജു പട്നായിക്കിന്റെ പാർട്ടി തന്നെ അദ്ദേഹം രൂപീകരിച്ചു, ബിജു ജനതാദൾ. 99 മഹാപ്രളയത്തിൽ ഒറീസ മുഴുവൻ ഒലിച്ചു പോയപ്പോൾ, അന്നത്തെ ഒറീസ ഇന്ന് ഒഡീഷ, ഒലിച്ചു പോയപ്പോൾ കോൺഗ്രസ് ഭരണം അവിടെ നിന്ന് ഒലിച്ചുപോയി. കോൺഗ്രസ് ഒഡീഷയിൽ ഇല്ലാണ്ടായി. അവിടെ ബിജു ജനതാദളിന്റെ മുഖ്യമന്ത്രിയായിട്ട് നവീൻ പട്നായിക്ക് വരുന്നു. ഒറിയ ഭാഷ ആ മനുഷ്യനറിയില്ല. ഈ പ്രളയം നടന്ന സമയത്തും അത് കഴിഞ്ഞ് അടുത്ത വർഷം സ്റ്റേറ്റ് ഇലക്ഷൻ നടന്ന സമയത്തും മാസങ്ങളോളം അവിടെ പോയിട്ട് മാധ്യമപ്രവർത്തനം നടത്തി, അന്നത്തെ മാതൃഭൂമിയുടെ ലേഖകൻ എന്ന നിലയ്ക്ക് മാധ്യമപ്രവർത്തനം നടത്തിയ ഒരാളെന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ്, നേരിട്ട് അറിയാവുന്ന കാര്യങ്ങൾ. ഒറീസയിലെ, അന്നത്തെ ഒറീസ ഇന്നത്തെ ഒഡീഷ, അവിടുത്തെ മുഖ്യമന്ത്രിയായിരിക്കുകയും പിന്നീട് കേന്ദ്രമന്ത്രിയൊക്കെ ആകുകയും ദേശീയ രാഷ്ട്രീയത്തിലെ ഒരു വലിയ സോഷ്യലിസ്റ്റ് നേതാവായിട്ട് അറിയപ്പെടുകയും ചെയ്ത ബിജു പട്നായിക്കിന്റെ മകന് ഒറിയ ഭാഷ അറിയില്ല. പക്ഷെ അദ്ദേഹം 26 വർഷം ഒറീസയെ ഭരിച്ചു, ഒറീസ ഭാഷ അറിയാതെ, ഒഡിയ ഭാഷ അറിയാതെ. അവ ഭരിച്ചു കാണിച്ചു കൊടുത്തല്ലോ. പിന്നെ ഇപ്പം BJP അധികാരത്തിൽ വന്നു. അധികാരത്തിൽ വന്നതിൻ്റെ ഒരു തുടർ ഭരണത്തിൻ്റെ 25 നൂറ്റാണ്ടെന്നൊക്കെ പറഞ്ഞ് 25-26 വർഷം. അപ്പോൾ ഒരു ഇൻകുംബന്റ് ഫാക്ടർ വരും, ഒരു ഭരണവിരുദ്ധ ഒരു വികാരം വരുമ്പോൾ അപ്പോൾ അവിടെ BJDയെ മാറ്റിയിട്ട് BJP അധികാരത്തിൽ വന്നു. ഇപ്പൊ BJPയുടെ മുഖ്യമന്ത്രി ഒഡീഷയിൽ ഭരിക്കും. അപ്പം സ്വന്തം മാതൃഭാഷ അറിയാതെ ഭരിക്കാനും ഇവിടെ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർക്ക് മലയാളം കുരച്ച് അറിയൂ എന്ന് പറയുന്നതിനെ ഞങ്ങൾ പരിഹസിക്കുന്നില്ല. അത് പ്രകാശ് കാരാട്ടിനും ബാധകമാണ്, നവീൻ പട്നായിക്കിനും ബാധകമാണ്, പല നേതാക്കൾക്കും ബാധകമാവാം. മറ്റുള്ള കൂടുതൽ പേരെ നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് ഈ എന്താ പറയുക, ഇത് കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിലെ മരുമകനെ കുറിച്ച് പറയാൻ BPL നമ്പ്യാരെ വെള്ളം കുടിച്ച മരുമകന് എന്താ അവകാശമുള്ളത്? അദ്ദേഹം ഇപ്പോൾ കോടീശ്വരനാണ്, വൻ വ്യവസായിയാണ്. ചാനലുകൾ, റിസോർട്ടുകൾ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ തൊട്ടിപ്പുറത്ത് ഒരു നിരാമയ റിസോർട്ടുണ്ട്, അടിപൊളി 5 സ്റ്റാർ പഞ്ചനക്ഷത്ര റിസോർട്ട്. അത് ആരുടേതാണ്? നിരാമയ. അത് രാജീവ് ചന്ദ്രശേഖറിൻ്റെതാണ്. നിരാമയ റിസോർട്ടിന്റെ ലോബിയിൽ പോയിരുന്നാൽ, കടൽ തീരത്തോട് ചേർന്നാണ്, അവിടെ പോയിരുന്നാൽ തൊട്ടപ്പുറത്ത് വിഴിഞ്ഞത്ത് കപ്പലുകൾ വരുന്നത് കാണാം. മനസ്സിലാക്കണം. ഇതൊന്നും അദ്ദേഹം വിളിച്ചു പറയുന്നില്ലല്ലോ. നിരാമയ റിസോർട്ട്സ് ആരുടേതാണ്? വിഴിഞ്ഞത്തെ. അത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെതാണ്, രാജീവ് ചന്ദ്രശേഖറിൻ്റെതാണ് എന്ന് എത്ര ജനങ്ങൾക്കറിയാം? അറിയണം, ഇതൊക്കെ അറിയണം. അപ്പോൾ ഒരു വലിയ കോർപ്പറേറ്റ് ബിസിനസിന്റെ മുതലാളി ഒരു രാജ്യം ഭരിക്കുന്ന BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് അദ്ദേഹത്തെ നിയോഗിച്ചതിൽ അദ്ദേഹത്തെ മറ്റ് പലരെയും ഒഴിവാക്കിയിട്ട് വിഴിഞ്ഞത്തെ ഉദ്ഘാടന വേദിയിൽ, കമ്മീഷനിങ് ഉദ്ഘാടന വേദിയിൽ കൊണ്ട് ഇരുത്തിയത്, അതിൻ്റെ ഔചിത്യമില്ലായ്മയെ പറ്റി മലയാളികൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ഇതൊക്കെ പറയാൻ എന്ത് യോഗ്യതയാണ് അദ്ദേഹത്തിനുള്ളത്? 11 മണിയുടെ പരിപാടിക്ക് അദ്ദേഹം 8:45 അവിടെ വേദി കയറി സ്ഥലം പിടിച്ചു. അപ്പൊ അതിനെ പരിഹസിച്ച് കുറെ ട്രോളുകൾ വന്നു സോഷ്യൽ മീഡിയയിൽ. വരുമല്ലോ, സ്വാഭാവികമല്ലേ. പ്രധാനമന്ത്രി 11 മണിക്ക് പങ്കെടുക്കുന്ന ചടങ്ങിൽ 8:45 ഒരാൾ വേദി കയറിയിരിക്കുകയാണ്, വേറെ ആരും അവിടെ ഇല്ല. താഴെ സംസ്ഥാന മന്ത്രിമാര്, മറ്റ് വിശിഷ്ട വ്യക്തികൾ, മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ. വെഡിസേഷൻ വരാതിരുന്നതിന്റെ കാര്യമൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പറയുന്നില്ല. അവരൊക്കെ താഴെ ഇരിക്കുമ്പം മുഹമ്മദ് റിയാസ് ഒരു ചാനലിനോട് പറഞ്ഞു പോയി, ദാ വേദി ഇരിക്കുന്ന ഒരാളെ കണ്ടോ, അദ്ദേഹം എന്ത് അടിസ്ഥാനത്തിലാണ് അവിടെ ഇരിക്കുന്നത്? ഈ കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ MP ഗോവിന്ദൻ മാസ്റ്റർ, CPIMന്റെ സംസ്ഥാന സെക്രട്ടറി താഴെ വിട്ടിരിക്കുന്നു, മന്ത്രിമാർ വിട്ടിരിക്കുന്നു, ഞാൻ മാത്രമല്ല മറ്റു മന്ത്രിമാർ. എന്തടിസ്ഥാനത്തിലാണ് മനുഷ്യൻ ആ വേദിയിലിരിക്കുന്നത് എന്ന് ചോദിച്ചത് തെറ്റായിപ്പോയോ? അപ്പൊ ഇത് കണ്ടിട്ട് സോഷ്യൽ മീഡിയയിൽ ട്രോൾ ഇഷ്ടം പോലും വരും. ഒരു പരിഹാസ്യ കഥാപാത്രമായിട്ട് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് മാറിപ്പോയത് എന്തുകൊണ്ടാണെന്ന് BJP ചിന്തിക്കണം. അതിന് റിയാസിന്റെ മേൽ കുതിര കയറിയിട്ട് കാര്യമുണ്ടോ? കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിലെ മരുമകൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രാജവംശമുണ്ടോ?
കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് ഉണ്ടായത്? കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അതിനെപ്പറ്റി ഒരു വിവരവും ഇല്ലാതെ ഒരു കോർപ്പറേറ്റ് മുതലാളി വന്നിരുന്ന് പറയുകയാണ്, കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിലെ മരുമകൻ സ്വന്തം അമ്മായിയപ്പനെ കുത്തുവാളയടിപ്പിച്ചിട്ട് അദ്ദേഹം മരിക്കുവോളം കോടതിയിൽ കയറി മരുമകനെതിരെ കേസ് പറഞ്ഞ് മരിച്ച മനുഷ്യനാണ് BPL നമ്പ്യാർ. ഇദ്ദേഹത്തിൻ്റെ ഭാര്യാപിതാവ് വളരെ മഹാരഥന്മാരായ BJP നേതാക്കൾ ഇരുന്നൊരു കസേരയാണിത്. അതിൻ്റെ മഹത്വം മറന്നുപോകരുത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിൽ. അത് നമ്മൾ BJPയുടെ സംസ്ഥാന നേതാക്കളുടെ പട്ടിക പറയുമ്പോൾ അത് O രാജഗോപാൽ മുതൽ ഇങ്ങോട്ട് പറയേണ്ടി വരും. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. KG മാരാർ, BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് KG മാരാർ ഭവൻ എന്ന് പേര് വന്നത് എങ്ങനെയാണ്? അദ്ദേഹം ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു വലിയ BJP നേതാവായിരുന്നു. ആദ്യം ജനസംഘ്, പിന്നെ BJP ആയി. KG മാരാർ ഓരോ ജില്ലകളിലും പത്രസമ്മേളനം നടത്തുമായിരുന്നു. ഞാനിന്ന് കോഴിക്കോട്ട് മാതൃഭൂമി വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹം അളകാപുരിയിലാണ് പ്രസ് മീറ്റ് നടത്തുക, വാർത്താ സമ്മേളനം. അന്ന് ചാനലുകളൊന്നുമില്ല. ഒരു 35 കൊല്ലമുള്ള സംഭവമാണ് പറയുന്നത്. അന്ന് ചാനലുകളില്ല, മൊബൈൽ ഫോണില്ല, ഓൺലൈൻ മീഡിയ ഇല്ല, ഡിജിറ്റൽ മീഡിയ ഇല്ല. പത്രങ്ങൾ മാത്രമുള്ളൊരു കാലത്ത് ഏഷ്യാനെറ്റ് തുടങ്ങി, പിന്നെ സൂര്യ, അതും കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് സൂര്യ TV വരുന്നു, പിന്നെ ഇന്ത്യ വിഷൻ, കൈരളി വരുന്ന ഒരു ടൈം ഒക്കെ ആവുന്നതേ ഉള്ളൂ. ആ സമയത്ത് കോഴിക്കോട്ട് അളകാപുരിയിലാണ് BJP നേതാവിൻ്റെ KG മാരാരുടെ പത്രസമ്മേളനം. അപ്പോൾ ഒരു ദിവസം മാതൃഭൂമി ലേഖകനായ ഞാൻ ചോദിച്ചു, താങ്കൾ ഈ ഓരോ ജില്ലയിലും പത്രസമ്മേളനം നടത്തുന്നത് എന്തിനാണ്? ഓരോ ജില്ലയിലും. അപ്പോൾ പറഞ്ഞു, ഞാൻ ഓരോ ജില്ലയിലും പ്രസ് മീറ്റ് നടത്തും, ലോക്കൽ പേജിലെങ്കിലും പ്രാദേശിക പേജിലെങ്കിലും പത്രങ്ങളുടെ പേജിലെങ്കിലും എൻ്റെ വാർത്തയും BJPയുടെ വാർത്തയും വരുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഓരോ ജില്ലയിലും പത്രസമ്മേളനം നടത്തുന്നത്. അന്നത്തെ BJP ഇന്നിവിടെ, ഇന്ന് BJP വലിയ കോർപ്പറേറ്റ് ആയി മാറിക്കഴിഞ്ഞല്ലോ. അപ്പൊ ഈ കസേര ഇരുന്നവര് KG മാരാർക്ക് ശേഷം CK പത്മനാഭൻ, അതുപോലെ K രാമൻപിള്ള, അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, അങ്ങനെ വളരെ ബഹുമാന്യരായ വ്യക്തിത്വങ്ങൾ ഇരുന്ന ഒരു കസേരയാണ്. പിന്നീട് K സുരേന്ദ്രൻ വരുന്നു. അതിനുമ്പ് വേറെ പലരും വന്നു പോയല്ലോ. അപ്പം BJP എന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ ഇരുന്നവരൊക്കെ വളരെ മാന്യന്മാരായിട്ടുള്ള ഒട്ടേറെ പേരുണ്ടായിരുന്നു. പിന്നെ ഇതിന് അപജയം സംഭവിച്ച എവിടേക്കാണ്? എന്തുകൊണ്ട് അപജയം സംഭവിച്ചു? എന്നിട്ട് ഏറ്റവും യോഗ്യനായ ഒരാളെ ഇപ്പൊ BJPയുടെ സംസ്ഥാന പ്രസിഡന്റാക്കി വെച്ചിട്ടുണ്ട്. അത് BJPയുടെ കാര്യം എന്തായിക്കോട്ടെ. പക്ഷെ ഈ വിഴിഞ്ഞത്ത് കാണിച്ചത് ആ കോപ്രായം കോമഡി ഷോ, അതൊരു കോമഡി ഷോ പോലെ നിങ്ങൾ കാണുന്നുണ്ടോ? ട്രോളിന് വിധേയനായ ഒരു BJP സംസ്ഥാന പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ് ഇതിനു മുമ്പ് ഇത്രയും ട്രോളിന് വിധേയരായിട്ടില്ല. ഉണ്ട്. നിങ്ങളുടെ തൊട്ടുമുമ്പിരുന്ന കെ സുരേന്ദ്രനെ എന്തുകൊണ്ട് ഈ നാട്ടിലെ സോഷ്യൽ മീഡിയ ഇത്രയും ട്രോൾ ചെയ്തു എന്ന് സത്യം പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ ഒന്ന് മനസ്സിലാക്കിയാൽ അദ്ദേഹത്തിന് കൊള്ളാം. എന്തേ അതിനു മുമ്പിരുന്ന BJP നേതാക്കളെ ഒന്നും ട്രോൾ ചെയ്യാത്തത്, അല്ലെ പരിഹാസ്യ കഥാപാത്രമാക്കാത്തത്? അവർക്ക് അവരുടേതായ ചില വ്യക്തിത്വം ഉണ്ടായി. അത് ഏത് പാർട്ടി ആയിക്കോട്ടെ. അത് O രാജഗോപാൽ, KG മാരാർ മുതൽ ഇങ്ങോട്ട് K സുരേന്ദ്രന് തൊട്ട് മുമ്പ് വരെ ഇരുന്ന BJP സംസ്ഥാന പ്രസിഡന്റുമാരുടെ ലിസ്റ്റ് എടുക്കുക. അവരെ ആരും പരിഹസിച്ചിട്ടില്ലല്ലോ. ഉണ്ടോ? ഇല്ല. എന്തേ നിങ്ങളെ പരിഹസിക്കുന്നു? K സുരേന്ദ്രനെയും രാജീവ് ചന്ദ്രശേഖരെയും എന്തിനു പരിഹസിക്കുന്നു? എന്തുകൊണ്ട് പരിഹസിക്കുന്നു? അതാണ് അതിൻ്റെ ഉത്തരം. അതിൻ്റെ കാരണങ്ങൾ സ്വയം മനസ്സിലാക്കുക. അത്ര മാത്രമേ ലെഫ്റ്റ് റൈറ്റ് വോയിസ് പറയാനുള്ളൂ.